കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇഗ്നോ ഫോക്കസ് 5.0യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു സെഷൻ. ഫോർ ദിസ് സെഷൻ നമ്മൾ UG ഇലക്റ്റീവ് ആയിട്ടുള്ള BPAG 174 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് ആൻഡ് ഡാറ്റ ഡ്രിവൻ മോഡല് ഡിസംബർ 2025 ടേം ആൻഡ് എക്സാമിനേഷനിലോട്ടേക്ക് നമ്മുടെ ലേണേഴ്സിനെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഒഫീഷ്യൽ സിലബസിൽ നിന്നും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നിന്നുമാണ് നമ്മൾ കോണ്ടന്റ് എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഹൈ ഈൽഡ് തീംസ് നമ്മൾ മാക്സിമം പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ളത് ഹൈ ഈൽഡ് തീംസ് ആണ്. അതുപോലെ എക്സാമിനറുടെ പ്രിഫറൻസും കൂടെ നോക്കിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എൻ്റെ ടെക്സ്റ്റ് ബുക്കിനെ ഒരു എക്സാം ഓറിയന്റഡ് വേർഷനിലോട്ടേക്ക് മാറ്റിയിട്ട് സോ വൺസ് അഗൈൻ വെൽക്കം ഫോർ ദിസ് സെഷൻ. സോ ഈ ഒരു സെഷന്റെ റോഡ് മാപ്പ് എന്ന് പറയുമ്പോൾ ദ ഫസ്റ്റ് കീ ഫീച്ചർ സിലബസ് മാപ്പിംഗ് ആണ്. ഓരോ കോഴ്സിനെയും നമ്മൾ ഓരോ ബ്ലോക്ക് ആക്കി തിരിച്ചിട്ടുണ്ട്. ആ ഈച്ച് ബ്ലോക്കിനകത്ത് ഡിഫറെന്റ് യൂണിറ്റ്സും അതിൻ്റെതായിട്ടുള്ള ഡിഫറെന്റ് സബ് ടോപ്പിക്സും ഉണ്ട്. സോ അതിലുള്ള കോർ പോയിന്റ്സ് ആണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസിലുള്ളത്. സെക്കൻഡ് കീ ഫീച്ചർ എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഇഗ്നോ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത് തന്നെ ചില സമയങ്ങളിൽ സെക്ഷൻ 1, സെക്ഷൻ 2 എന്നിങ്ങനെ ഡിഫറെന്റ് ടൈപ്പിലും ചോദിക്കാം. സോ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എന്തൊക്കെയാണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് തേർഡ് വൺ ഇസ് റിക്വയറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂസ് ആണ്. റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ കൂടെയാണ്. ആൻഡ് ഫോർത്ത് വൺ ഇസ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. ചില ടോപ്പിക്സ് റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോബബിലിറ്റിയും ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സിന്റെ പ്രഡിക്ഷൻസും കൂടെ ഈ ഒരു അനാലിസിസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറയുന്നത് മോർ പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഈ ഒരു സെഷന്റെ എൻഡിൽ ഒരു ഫുൾ ലെങ്ത് ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇഗ്നോയുടെ സ്ട്രക്ചറിന്റെ മിറർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമല്ല, അതിന്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിന്റെ മെത്തഡോളജി എന്ന് പറയുമ്പോൾ വി ക്ലോസ്ലി എക്സാമിൻ ദ ഒഫീഷ്യൽ സ്റ്റഡി മെറ്റീരിയൽ. ഓക്കെ, അതിനെ യൂണിറ്റ് വൈസ് ആയി തിരിച്ച് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ഫോർമാറ്റും ഒക്കെയാണ് ഈ ഒരു എൻറ്റയർ ക്വസ്റ്റ്യൻ അനാലിസിസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ്, ഓക്കെ, അതിന്റെ റെലവൻസ് വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. നമുക്ക് 4 യൂണിറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. യൂണിറ്റ് 1 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 38 ടൈംസ് ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റെലവൻസ് എന്ന് പറയുമ്പോൾ ഹൈ റെലവൻസ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് 1 ഈ ഒരു യൂണിറ്റ് 1. ഓക്കെ, യൂണിറ്റ് 2 കമ്പോണൻസ് ആണ്. സോഷ്യൽ, എക്കോണമിക് ആൻഡ് എൻവയോൺമെന്റൽ കമ്പോണൻസ് ആണ്. 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ് ആണ്, യെറ്റ് ഇത് ഇമ്പോർട്ടന്റും കൂടെ ആണ്. യൂണിറ്റ് 3 അപ്രോച്ചസ് ഇൻഡസ്ട്രിയൽ, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് മീഡിയം റെലവൻസ് ആണ്. യൂണിറ്റ് 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. ഇത്രയും കാലം ഇത് ചോദിച്ചിട്ടില്ല, എന്നാലും അത് റെലവന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 2 ഡെവലപ്മെന്റ് ക്ലൈമറ്റ് നെക്സസ് ആണ്. യൂണിറ്റ് 5 ഗ്ലോബൽ കോമൺസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണ്. യൂണിറ്റ് 5 ക്ലൈമറ്റ് ചേഞ്ച് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. യൂണിറ്റ് 5 ട്രാജഡി ഹെറിറ്റേജ് ഓഫ് കോമൺസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണുള്ളത്. യൂണിറ്റ് 6 ഇന്റർനാഷണൽ കൺവെൻഷൻസ് 1 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റെലവൻസ് ആണുള്ളത്. യൂണിറ്റ് 7 കോമൺ വിത്ത് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് അഥവാ CBDR 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവൻസ് ആണുള്ളത്. ബ്ലോക്ക് 3 ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. യൂണിറ്റ് 8 ഫുഡ് സെക്യൂരിറ്റി 7 തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മീഡിയം റെലവൻസ് ഉണ്ട്. യൂണിറ്റ് 9 ഗ്രീൻ ടെക്നോളജീസ് 5 തവണ ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ. നെക്സ്റ്റ് യൂണിറ്റ് 10 എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്
4 തവണ ചോദിച്ചിട്ടുണ്ട് ലോ റിലവൻസ് ആണുള്ളത്. ആൻഡ് ബ്ലോക്ക് 4 വേ ഫോർവേഡ് യൂണിറ്റ് 11 പോളിസി ചെയ്യണം ഇന്നോവേഷൻസ് ഒരു തവണ ചോദിച്ചിട്ടുണ്ട് ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 12 എൻവിയോൺമെന്റൽ ജസ്റ്റിസ് ട്രൈബൽസ് ഓക്കെ 2 തവണ ചോദിച്ചിട്ടുണ്ട് ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 13 സസ്റ്റൈനബിൾ ചോയ്സസ് ഓൾട്ടർനേറ്റീവ്സ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ റിലവൻസ് ആണ്. യൂണിറ്റ് 14 എൻജിഒസ് കോർപ്പറേറ്റ്സ് യൂണിവേഴ്സിറ്റീസ് 2 to 3 ടൈംസ് ഇത് റിപ്പീറ്റഡ്ലി അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ റിലവൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്കിന്റെ ഒരു ബാർ ചാർട്ട് നോക്കാം. ടോട്ടൽ ഫ്രീക്വൻസി ഓഫ് ടോപ്പിക് അപ്പിയറൻസസും അതുപോലെ അതിന്റെ ഒരു ബ്ലോക്ക് വൈസ് അനാലിസിസ് ആണ് ഈ ഒരു ബാർ ചാർട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3 ആൻഡ് 4 അതിന്റെ ഒരു അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലോക്ക് 1 ഹൈ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈ ലെവൽ ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ഹൈ റെലവൻസ് ഉള്ള ഒരു ബ്ലോക്ക് കൂടെയാണ്. ഓക്കെ, പിന്നെ ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 3യും കമ്പാരിറ്റീവ്ലി ലോ റെലവന്റ് ആണ്. ഒരു 10% മുകളിലായിട്ട് അതിൽ നിന്ന് കണ്ടന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 3 കുറച്ചും കൂടെ മീഡിയം ലെവൽ ഓഫ് റെലവൻസ് ഉള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ഹീറ്റ് മാപ്പ് സമ്മറി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഒക്യൂറൻസ് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. 35 അവിടെ കളർ കോഡ് കാണാം, യെല്ലോ ഗ്രീൻ ടു യെല്ലോയിഷ് കളർ. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പോകുമ്പോൾ ബ്ലോക്ക് 1 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈലി റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ബ്ലോക്ക് 1 ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 1. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 2 റെലവൻസ് കുറച്ച് കുറഞ്ഞതാണ്, യൂണിറ്റ് 3യും അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ അതിൽ യൂണിറ്റ് 5 കമ്പാരിറ്റീവ്ലി അതർ യൂണിറ്റിനെക്കാളും കുറച്ചും കൂടെ റെലവൻസ് ഉണ്ട്. ആൻഡ് 6ഉം 7ഉം ലോ റെലവൻസ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 കുറച്ചുകൂടെ റെലവൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ്. ഈ 9ഉം 10ഉം കമ്പാരിറ്റീവ്ലി ലോ റെലവൻസ് ആണ്. ഫോർത്ത് ബ്ലോക്കിൽ യൂണിറ്റ് 11 അതുപോലെ തന്നെ 13ഉം 14ഉം കമ്പാരിറ്റീവ്ലി ലോ ആണ്. ബട്ട് യൂണിറ്റ് 12ൽ നിന്നും ക്വസ്റ്റ്യൻസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ഹൈ റെലവൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഇത് 2022 തൊട്ട് അതുപോലെ തന്നെ 25 ജൂണിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഇൻസൈറ്റ് ഉണ്ടാക്കുന്നത്. സോ ഏതൊക്കെയാണ് ആ ഹൈ 3 ടോപ്പിക്സ് എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ഇസ് മീനിങ് ആൻഡ് നേച്ചർ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. 38+ മെൻഷൻസ് ഉണ്ടായിട്ട്. സോ എല്ലാ ടിഇയിലും നമുക്ക് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ഷോട്ട് ആണ്. കൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നേച്ചർ എന്താണ്, അതിന്റെ മീനിങ്സും ഫീച്ചേഴ്സും ഒക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ടോപ്പിക് ഫുഡ് സെക്യൂരിറ്റിയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് വിത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. 7 മെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് കൺസിസ്റ്റന്റ് ആയിട്ട് സെക്ഷൻ 2ലാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബ്ലോക്ക് 3യുടെ 4 പോയിന്റ്സ് ആയിട്ട് ഹൈലി ലിങ്ക്ഡ് ആണ്, ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. ആൻഡ് തേർഡ് ടോപ്പിക് ഇസ് അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇതും 7+ മെൻഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ ഗ്രേറ്റർ ഡെവലപ്മെന്റും അതുപോലെ ഗ്രീൻ അക്കൗണ്ട് അപ്രോച്ചസ് ഒക്കെയാണ് റിപ്പീറ്റഡ്ലി ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ്. ഒരു ലോങ് ആൻസർ ക്വസ്റ്റ്യൻ മോഡായിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഫുൾ സ്കാൻ ഓഫ് ഓൾ പേപ്പേഴ്സ്. ഓക്കെ, നമുക്ക് ഡിസ്റ്റിങ്ക്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. സോ ഫസ്റ്റ് ഫോർമാറ്റ് ആണ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഈ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഡിസ്കസ് അല്ലെങ്കിൽ എക്സാമിൻ ഡിസ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തുടങ്ങുന്നത്. കൺസെപ്ച്വൽ അല്ലെങ്കിൽ അനലിറ്റിക്കൽ എസ്സേസ് ആയിരിക്കും. മാക്സിമം സ്കോർ 20 മാർക്സ് ആണ്. ഇതിന്റെ വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ 400 to 500 ആണ്. എല്ലാ പേപ്പറിലും മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നത്, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് കണ്ടുവരുന്നത്. നെക്സ്റ്റ് ഫോർമാറ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. 2 പാർട്ടായിട്ടായിരിക്കും അത് ചോദിക്കുക. ഈ പാർട്ടും കാണും, ബി പാർട്ടും കാണും. ഒരു 200 to 250 ആണ് വേർഡ് കൗണ്ട് വരുന്നത്. 20 മാർക്സ് ആണ്, 10 മാർക്ക് ഈച്ച്. ഓക്കെ, എല്ലാ പേപ്പറിലും ഇതിന്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് തീം ബേസ്ഡ് അനലിറ്റിക്കൽ എസ്സേസ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ട്, ക്ലൈമറ്റ് ഗവേണൻസ്, പോവർട്ടി, ഇങ്ങനത്തെ ടോപ്പിക്സിൽ ഒരു അനലിറ്റിക്കൽ എസ്സേസ് ആണ്. 20 മാർക്സ് ആണ്. വേർഡ് കൗണ്ട് എന്ന് പറയുമ്പോൾ 350 to 450 ആണ്. വെരി ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി അതർ ഫോർമാറ്റ്സും കൂടെ കാണാറുണ്ട്. MCQs സാധാരണഗതിയിൽ കാണാറില്ല. ഫില്ലപ്സ്, കേസ് സ്റ്റഡീസ്, ന്യൂമറിക്കൽ ഡയഗ്രാംസ് ഒന്നും സാധാരണഗതിയിൽ ഫോർമാറ്റ് കാണാറില്ല. സോ ഓക്കെ, നോ അതർ ഫോർമാറ്റ്സ് ഫോർ. ഓക്കെ, ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫോർമാറ്റ്സ് ഒന്നും കാണാറില്ല. ഓക്കെ,
ആബ്സെന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഷോർട്ട് ആൻസറോ അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് 4 ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഒന്ന് നോക്കാം. ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് 20 മാർക്കിനായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് എന്തായാലും വേണം. കാരണം 20 മാർക്കിനാണ് ചോദിക്കുന്നത്. 400 to 500 വേർഡ് കൗണ്ട് ഉണ്ട്. സോ ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് കാണും, ദെൻ ഇറ്റ് ഫോളോസ് ബോഡി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ. ഓക്കെ, സോ ബോഡി പാർട്ട് കുറച്ചും കൂടെ ലെങ്ത് ആയിരിക്കും. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും മസ്റ്റ് ആണ്. 400 to 500 വേർഡ്സിലായിട്ട് നമ്മൾ എഴുതണം. അപ്പൊ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് വേണം. ആ ഒരു ടോപ്പിക്കിലെ ഒരു തിയറട്ടിക്കൽ ഡെപ്ത്, ഓക്കെ, അത് നമുക്ക് എന്തായാലും വേണം. ഓക്കെ, സോ സ്റ്റുഡന്റ് മസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് സിമിലാരിറ്റി വിത്ത് ഡെഫിനിഷൻസ്, അതിന്റെ കമ്പോണൻസ്, പ്രിൻസിപ്പിൾസ്, ഡിബേറ്റ്സ്. ഓക്കെ, സോ നമ്മൾ ഈ ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിൽ എക്സാമിനർ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ അവർ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ദേ എക്സ്പെക്ട് കവറേജ് ഓഫ് യൂണിറ്റ് സ്പെസിഫിക് സബ് ഹെഡിങ്സ്, ഓക്കെ, ലിങ്കേജ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫ്രെയിം വർക്ക്സ്. ഇതാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ അവരുടെ എക്സ്പെക്ടേഷൻസ് നമ്മൾ മീറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കോണ്ടന്റ്, അതുപോലെ കൺസെപ്റ്റുവൽ ക്ലാരിറ്റി ലേണർക്ക് വേണം. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. ഡ്യുവൽ പാർട്ടാണ്. നമ്മൾ പറഞ്ഞു എ സെക്ഷൻ ആയിട്ടും ബി സെക്ഷൻ ആയിട്ടും ചോദിക്കും. 20 മാർക്സ് ആണ്, 10 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യനും ഉണ്ടാകും. ഓക്കെ, സോ ഇതിൽ 200 to 250 വേർഡ്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സാധാരണഗതിയിൽ കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിട്ട് എഴുതുന്ന ടൈപ്പ് ആയിരിക്കും. ഓക്കെ, 2 to 3 കോർ ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, റെലവൻസ് ഒക്കെയാണ് ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടത്. ഇതിലെ മെയിൻ ഐഡിയാസ് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്ലസ്റ്റേഴ്സ്, ഇൻഡിജീനിയസ് റൈറ്റ്സ്, ഗ്ലോബൽ കോമൺസ്, സസ്റ്റൈനബിൾ ചോയ്സസ്, ഇതൊക്കെയാണ് ഈ ഒരു പാർട്ടിൽ നിന്നും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, നെക്സ്റ്റ് അപ്ലൈഡ് അല്ലെങ്കിൽ തീമാറ്റിക് എസ്സേസ് ആണ്. ഇതൊരു എസ്സേ കാറ്റഗറിക്ക് അകത്ത് പെട്ടത് തന്നെയാണ്. 20 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇത് സ്ട്രക്ചറലി ലോങ് എസ്സേ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഫുഡ് സെക്യൂരിറ്റിനെ കുറിച്ചിട്ട്, ഗ്രീൻ ടെക്നോളജിയെ കുറിച്ച്, ലേബർ യൂണിയൻ, ഇന്റർനാഷണൽ കൺവെൻഷൻസ്, 350 to 450 ആണ് മാക്സിമം നമ്മൾ എഴുതേണ്ട ഒരു വേർഡ് കൗണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് കൊണ്ട് കമ്പാരറ്റീവ് ഓർ റിലേഷൻഷിപ്പ് എസ്സേസ് ആണ്. ഓക്കെ, 20 മാർക്സിനാണ് ചോദിക്കുന്നത്. ദിസ് എസ്സേ അസസ് അനലിറ്റിക്കൽ റീസണിങ് ബൈ ലിങ്കിങ് ടു കൺസെപ്റ്റ്സ്. ഓക്കെ, രണ്ട് കോൺസെപ്റ്റുകൾ ഇതിൽ ചോദിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചും സസ്റ്റൈനബിലിറ്റി, അതിനെ കുറിച്ചായിരിക്കും നമ്മൾ ഒരു അനലറ്റിക്കൽ എസ്സേ എഴുതുന്നത്. നെക്സ്റ്റ് ആണ് ഡെവലപ്മെന്റ് ആൻഡ് കോമൺസ്, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഓക്കെ, ഒരു 400 to 450 വേർഡ് ലെങ്ത് ആണ് ഇതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മൾ നേരത്തെ ബ്ലോക്ക് 1 പറഞ്ഞു, ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ബ്ലോക്ക് 1 ആണ്. ഓക്കെ, സോ കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ബ്ലോക്ക് 1 35 to 40 മാർക്സ്. ഓക്കെ, പെർസെന്റേജിൽ പറയുകയാണെങ്കിൽ 40% ഷെയർ ഉണ്ട്. ഓക്കെ, ഇനി ബ്ലോക്ക് 2 ഡെവലപ്മെന്റ് ക്ലൈമറ്റ് നെക്സസ് ആണ്. 20 to 25 മാർക്സ് ആണ്, 25% ഷെയർ ഉണ്ട്. ഓക്കെ, ബ്ലോക്ക് 3 ഫുഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, 20 to 25 മാർക്സ്, അതുപോലെ തന്നെ 20 to 25% ഷെയർ ഉണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 4 വേ ഫോർവേഡ് ആണ്. പോളിസി, ജസ്റ്റിസ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെയാണ് ആ ഒരു ഇന്ത്യ ബ്ലോക്കിനകത്തുള്ളത്. 50 to 20 മാർക്സ് എക്സ്പെക്റ്റഡ് ആണ്, 20% ഷെയർ ഉണ്ട്. ഓക്കെ, സോ എവറി പേപ്പർ കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 2 to 3 ക്വസ്റ്റ്യൻസ് ഫ്രം ബ്ലോക്ക് 1. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡിൽ നിന്ന്, ഈ ഒരു ടാബിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 2 to 3 ക്വസ്റ്റ്യൻസ് എന്തായാലും മസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു 1 to 2 ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് 2 നിന്നും 4 നിന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ്. ഇയർലി പെർസെന്റേജ് വെയിറ്റ് ഓഫ് ലോങ് എസ്സേസ് ആൻഡ് ഷോർട്ട് നോട്ട്സ്. ഓക്കെ, നമ്മൾ ജൂൺ 2020 തൊട്ട് ജൂൺ 2025 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഈ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സാം പാറ്റേൺ എന്ന് പറയുമ്പോൾ 100% സ്റ്റേബിൾ ആണ്. ലോങ് എസ്സേ കൺസിസ്റ്റന്റ്ലി ഫോം 75%. ഓക്കെ, ലോങ് എസ്സേസിനാണ് ലൈക് മാക്സിമം വെയിറ്റും ഉള്ളത് ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ്. ഷോർട്ട് നോട്ട്സ് വെയിറ്റ് 25%. ഓക്കെ, സോ 100%-ൽ 75% ഫോർ ലോങ് എസ്സേസ് ആൻഡ് 25% ഫോർ ഷോർട്ട് നോട്ട്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ചാർട്ടിൽ നോക്കുമ്പോൾ തന്നെ കാണാം, യെല്ലോ കളറിൽ ലോങ് എസ്സേസും അതുപോലെ ബ്ലൂഷ് കളറിൽ ഷോർട്ട് നോട്ട്സും കൊടുത്തിട്ടുണ്ട്. അത് 75% ചോദിച്ചിട്ടുള്ളത് ലോങ് എസ്സേ ഷോർട്ട് നോട്ട്സ്, ലോങ് എസ്സേയിൽ നിന്നാണ്. ഷോർട്ട് നോട്ട്സ് ഒരു 25% ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ്. 3 കീ ട്രെൻഡ്സ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെബിലിറ്റി ഓഫ് ഫോർമാറ്റ് ആണ്. നോ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്സ്. ഓക്കെ, MCQs നമുക്ക് ഉണ്ടാവില്ല, കേസ് സ്റ്റഡീസ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല.
ഓക്കെ, നെക്സ്റ്റ് ഗ്രോയിങ് തിമാറ്റിക് എംഫസിസ് ആണ്. ക്വസ്റ്റ്യൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഗ്രീൻ ടെക്നോളജീസ്, ഫുഡ് സെക്യൂരിറ്റി, ക്ലൈമറ്റ് ഗവേണൻസ്, ഇതൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2023 തൊട്ട് 2025 വരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മെയിൻ ടോപ്പിക്സ് 4 ടോപ്പിക്സ് ആണ് ഇത്. ഇനി ബ്ലോക്ക് 1ന്റെ ഒരു ഡോമിനൻസ് നമ്മൾ ആ ഒരു ബാർ ചാർട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് 1 അതിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെന്ന്, ഡെഫിനിഷൻസും പ്രിൻസിപ്പിൾസും അപ്രോച്ചസും തിയററ്റിക്കൽ ഫൗണ്ടേഷൻസും ഒക്കെ. ഓക്കെ, ലാർജ് ഷെയർ തന്നെ ബ്ലോക്ക് 1ൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇനി പ്രിപ്പറേഷൻ ടിപ്സ് എന്തൊക്കെയാണ്? നമുക്കറിയാം 3 അവേഴ്സിന്റെ ഉള്ളിലാണ് ഈ ഒരു ഇന്ത്യ പേപ്പർ നമ്മൾ എഴുതി തീർക്കേണ്ടത്. 100 മാർക്സ് ആണ് മാക്സിമം ഉള്ളത്. അപ്പം അതിൽ നമ്മൾ എന്താണ് എസ് ലോങ് എസ് ക്വസ്റ്റ്യൻസ് ആണ് 75% ചോദിക്കാന്ന് പറഞ്ഞു. 30 to 35 മിനിറ്റ്സ് അതിനു വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഷോർട്ട് നോട്ട്സിന് ഒരു 20 to 25 മിനിറ്റ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഈ മിനിറ്റ്സ് നമ്മൾ ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്ത് ഈ ടേംസ് ഒക്കെ ഓർത്ത് വെച്ച് പിന്നീട് അത് എഴുതാൻ തുടങ്ങും. ഈ ഒരു അപ്രോച്ചാണ് ബെസ്റ്റ് അപ്രോച്ച് ആയിട്ടുള്ളത്. 75 to 25. ഓക്കെ, അങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 75 ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും 25 ഷോർട്ട് നോട്ട്സ്. ഓക്കെ, ഇനി ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻ തീംസ് ആണ്. ഓക്കെ, കോർ മീനിങ്, സ്കോപ്പ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 4 ടൈംസ് അപ്പിയർ ചെയ്തു, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് റെക്കറിംഗ് ക്വസ്റ്റ്യൻ തീം ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ഗവേണൻസ്. commons, tragedy, heritage, governance of climate change. 7 times appear. Okay. Third one is green technologies. അതിന്റെ meaning, characteristics, categories and roles. ഒരു 4 times ഇത് appear ചെയ്തിട്ടുണ്ട്. Next, approaches to sustainable development ആണ് status quo, industrial integrated, human development, green accounts, CCD. ഇതൊരു 4 times ചോദിച്ചിട്ടുണ്ട്. Fifth, food security. അതിന്റെ concept, dimensions, evolutions ഒക്കെ 4 times appear ചെയ്തിട്ടുണ്ട്. In the relationship between sustainable development and food security. Sixth one. Okay. Appearance count എന്ന് പറയുന്നത് 3 times ആണ്. Economic components or dimensions of sustainable development. ഇതൊരു 3 തവണ ചോദിച്ചിട്ടുണ്ട്. Eighth one is role of education in sustainable development. Appearance count 3 times ആണ്. Ninth one, sustainable development goals. Goal 1, cluster 1 to 3, 12 to 15. Okay, sustainable goals, 14 sustainable goals ഉണ്ട്. 14 to 15 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് തന്നെ. അതിൽ ക്ലസ്റ്റേഴ്സ് 1 to 3 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, 12 to 15 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് ഒരു 4 തവണ ചോദിച്ചിട്ടുണ്ട്. 10th, നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, NGOs, ലേബർ ട്രേഡ് യൂണിയൻസ്, കോർപ്പറേറ്റ്സ്, യൂണിവേഴ്സിറ്റീസ് ഇൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതൊരു 4 times ചോദിച്ചിട്ടുണ്ട്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി ഫ്രീക്വൻസി ടേബിൾ ബ്ലോക്ക് യൂണിറ്റ് വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കോർ മീനിങ് ആൻഡ് സ്കോപ്പ്. കോർ മീനിങ്, സ്കോപ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 1 ആണ്. അപ്പിയറൻസ് 4 തവണ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 20 മാർക്സ്. എക്കോണമിക് കമ്പോണൻസ്, ഡയമെൻഷൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 മാർക്സ് ആണ് എക്സ്പെക്ടഡ് ആവറേജ് സ്കോർ. അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇതിൽ സ്റ്റാറ്റസ് കോ, ഇൻഡസ്ട്രിയൽ ഇന്റഗ്രേറ്റഡ്, ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഗ്രീൻ അക്കൗണ്ട്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ആണ്. 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 15 മാർക്സ് ആവറേജ് എക്സ്പെക്ടഡ്. നെക്സ്റ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 1, ഗോൾസ് 1 to 3, 12 to 15. ഓക്കെ, ഇതിനകത്ത് പോവർട്ടി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ജെൻഡർ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണത്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 12.5. ഓക്കെ, ഇനി ഗ്ലോബൽ കോമൺസ്, ക്ലൈമറ്റ് ഗവേണൻസ്. ഇതിനകത്ത് കോമൺസ്, ട്രാജഡി, ഹെറിറ്റേജ്, ക്ലൈമറ്റ് ഗവേണൻസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. 7 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്രോക്സിമേറ്റ്ലി 12.9 ആവറേജ് സ്കോർ ഉണ്ട്. നെക്സ്റ്റ്, ഫുഡ് സെക്യൂരിറ്റി, കോൺസെപ്റ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ് ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 8 ആണ്. 4 അപ്പിയറൻസസ് ഉണ്ടായിട്ടുണ്ട്. 15 ആണ് ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി, ഇന്റർ റിലേഷൻഷിപ്പ്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 നിന്നാണ്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 20 ആണ്. നെക്സ്റ്റ്, ഗ്രീൻ ടെക്നോളജീസ്. അതിന്റെ മീനിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും റോൾസ് ഇൻ ഹെൽത്ത്, സാനിറ്റേഷൻ ആൻഡ് ഫുഡ്. ഇത് ബ്ലോക്ക് 3 യൂണിറ്റ് 9 ആണ്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. 4 അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആണ്.
3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ എക്സ്പെക്ടഡ് 20 ആണ്. നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എൻജിഒസ്, യൂണിയൻസ്, കോർപ്പറേറ്റ്സ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 ആണ്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. 12.5 ആണ് ആവറേജ് സ്കോർ. ഇനി നമ്മളൊരു പൈ ചാർട്ട്, അതിനൊരു വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ കാണാൻ പറ്റും 11.7% ഗ്ലോബൽ കോമൺസും അതുപോലെ ക്ലൈമറ്റ് ഗവേണൻസും ചോദിച്ചിട്ടുണ്ട്. കോർ ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺസെപ്റ്റും പ്രിൻസിപ്പിൾസും ഒരു 6.7% വെയിറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ 6.7% ഉള്ള അടുത്ത ടോപ്പിക്സ് ആണ് ഗ്രീൻ ടെക്നോളജീസ്, അപ്രോച്ചസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് കോൺസെപ്റ്റ്, നോൺ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഇനി നെക്സ്റ്റ് ഒരു 5% ചാൻസസ് ഉള്ള 3 ടോപ്പിക്സ് ആണ് എക്കണോമിക് കമ്പോണൻസും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ലിങ്കും അതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ആൻഡ് അതർ എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ഒരു 33.3% പോസിബിലിറ്റീസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊക്കെ എങ്ങനെ ഹൗ ടു പ്രാക്ടീസ് ദീസ് റിപ്പീറ്റ്സ്, എങ്ങനെ ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യണം? ഡ്രിൽ ദം അണ്ടർ ടൈംഡ് കണ്ടീഷൻസ്. ഓക്കെ, എല്ലാത്തിനും എന്താ പറയാ, ഫോർ ഈച്ച് റെക്കറിംഗ് തീം ഔട്ട്ലൈൻ ദ ആൻസർ ഇൻ 5 minutes. ഡിഫറെന്റ് ആയിട്ടുള്ള തീമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിനൊരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ അതിനെ ഔട്ട്ലൈൻ ചെയ്യണം. മാക്സിമം ഒരു 12 to 15 minutes എടുത്തിട്ട് അത് എഴുതി തീർക്കാം. ഓക്കെ, അതാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. നെക്സ്റ്റ് ഒരു ഫിക്സ്ഡ് ടെംപ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ആദ്യം അതിന്റെ ഡെഫിനിഷൻസ്, പിന്നെ കീ ഡയമെൻഷൻസ്, 2 എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യുക, ക്രിട്ടിക്കൽ കോമന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക, പിന്നെ ഒരു കൺക്ലൂഷൻ. ഇതാണ് ഇതിന്റെ ഒരു ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആൻസർ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും. ഓക്കെ, നെക്സ്റ്റ് റിവൈസ് ഈച്ച് തീം അറ്റ്ലീസ്റ്റ് ട്വൈസ്. ഓക്കെ, നമ്മൾ 2 തവണയെങ്കിലും ഈച്ച് തീം വായിച്ചിരിക്കും. ഒരു ഫുൾ എക്സാം മോഡിൽ ഇരുന്നു കൊണ്ട് തന്നെ 2 തവണ അത് വായിച്ച് നമ്മൾ എഴുതിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വേർഡ് ലിമിറ്റിൽ നിന്നുകൊണ്ട് ടൈം ലിമിറ്റിൽ വെച്ചുകൊണ്ട് നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്റർവ്യൂ നമുക്ക് എഴുതി തീർക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഇവിടെ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ളത്. പ്രോബബിലിറ്റി എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? നമ്പർ ഓഫ് പേപ്പേഴ്സ് കണ്ടെയ്നിങ് അറ്റ്ലീസ്റ്റ് 1 question ഫ്രം ദ ടോപ്പിക്. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ പേപ്പേഴ്സ് അനലൈസ്ഡ് ഇൻടു 100. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രഡിക്ഷൻ അനലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ആണ്. ബ്ലോക്ക് 1 കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. യൂണിറ്റ് 1 മീനിങ്സും ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. പ്രോബബിലിറ്റി ഒരു 67% ആണ്. മീഡിയം കാറ്റഗറി. ഓക്കെ, യൂണിറ്റ് 2 സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ കമ്പോണന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഒരു 83% പ്രോബബിലിറ്റി ഉണ്ട്. കാറ്റഗറി ഹൈ ആണ്. യൂണിറ്റ് 3 അപ്രോച്ചസ്, സ്റ്റാറ്റസ് കോ, CCD, ഇൻഡസ്ട്രിയൽ ഇന്റഗ്രേറ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഗ്രീൻ അക്കൗണ്ട്സ് ഒരു 83% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ കാറ്റഗറിയിലാണ് അത്. യൂണിറ്റ് 4 ഗോൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. MDGs, SDGs, സ്പെസിഫിക് SDGs ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. 50% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം കാറ്റഗറി ആണ്. ബ്ലോക്ക് 2 ഡെവലപ്മെന്റ് ക്ലൈമറ്റ് നെക്സസ്. യൂണിറ്റ് 5 ഗ്ലോബൽ കോമൺസ്, ട്രാജഡി, ഹെറിറ്റേജ് ഓഫ് കോമൺസ്, ഗ്ലോബൽ ഗവേണൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് 100% ആണ്. ഹൈ ഫ്രീക്വൻസി ആണ്. ഓക്കെ, യൂണിറ്റ് 6 ഇന്റർനാഷണൽ കൺവെൻഷൻ. ഇതിനകത്ത് റിയോ എർത്ത് സമ്മിറ്റ് 1992 അതുപോലെ പോസ്റ്റ് റിയോ സമ്മിറ്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. 50% ചാൻസ് ഉണ്ട്. മീഡിയം റെലവൻസ് ആണ്. യൂണിറ്റ് 7 ഡെവലപ്മെന്റ് സസ്റ്റൈനബിലിറ്റി ക്ലൈമറ്റ് ചേഞ്ച് ലിങ്ക് CBDR പ്രിൻസിപ്പിൾ 67% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം റെലവൻസ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 3 ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ഫുഡ് സെക്യൂരിറ്റി. യൂണിറ്റ് 8 ഫുഡ് സെക്യൂരിറ്റി കൺസെപ്റ്റ്, ഡയമെൻഷൻസ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫുഡ് ലിങ്ക് 83% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, ദെൻ യൂണിറ്റ് 9 ഗ്രീൻ ആൻഡ് കൺവേർജിംഗ് ടെക്നോളജീസ്. അതിന്റെ മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, കാറ്റഗറീസ് ആൻഡ് റോൾസ് 83% പ്രോബബിലിറ്റി ഉണ്ട്. ഹൈ ഫ്രീക്വൻസി ഉണ്ട്. യൂണിറ്റ് 10 റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 50% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം ഫ്രീക്വൻസി ആണ്. ബ്ലോക്ക് 4 വേ ഫോർവേഡ്. യൂണിറ്റ് 11 പോളിസി ഇന്നോവേഷൻസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് 70% പ്രോബബിലിറ്റി ഉണ്ട്. ലോ ഫ്രീക്വൻസി ഉണ്ട്. യൂണിറ്റ് 12 എൻവയോൺമെന്റൽ ജസ്റ്റിസ്, റൈറ്റ്സ് ഓഫ് ട്രൈബൽസ്, ഇൻഡിജീനിയസ് പീപ്പിൾസ്. ഇതൊരു 50% പ്രോബബിലിറ്റി ഉണ്ട്. മീഡിയം ഫ്രീക്വൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് 13 സസ്റ്റൈനബിൾ ചോയ്സസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസ് ആണ്. 50 മീഡിയം ഫ്രീക്വൻസി ലെവൽ ആണ്. യൂണിറ്റ് 14 നോൺ സ്റ്റേറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, NGOs, ട്രേഡ് യൂണിയൻസ്, കോർപ്പറേറ്റ്സ്, യൂണിവേഴ്സിറ്റീസ് നീഡ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്
83% probability അതുപോലെ high frequency. ഇനി justification footnotes high to medium topics ആണ്. യൂണിറ്റ് 1 asked four of last 6 papers. Okay, meanings, scope, principles, features ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. Okay, next യൂണിറ്റ് 2 6 പേപ്പറിൽ ഒരു 5 അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ട്. മോസ്റ്റ്ലി 20 മാർക്സിന്റെ എസ് എ ആയിട്ടാണ് ചോദിക്കുന്നത്. എക്കോണമിക് അതുപോലെ തന്നെ അതിന്റെ സോഷ്യൽ കമ്പോണന്റ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3 6 പേപ്പേഴ്സിലൂടെ 5 അപ്പിയറൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇന്റഗ്രേറ്റഡ് ഇൻഡസ്ട്രിയൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിലേറ്റഡ് അപ്രോച്ചസ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 4 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അപ്പിയേഴ്സ് ഇൻ 3 of 6 പേപ്പേഴ്സ്. ഓക്കെ, നമ്മളെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത്. യൂണിറ്റ് 5 occurs in all 6 papers. ഓക്കെ, സോ അതിൽ ഗ്ലോബൽ കോമൺസും ഗവേണൻസ് ട്രാജഡി ഹെറിറ്റേജ് വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് യൂണിറ്റ് 6 appears in 3 papers. റിയോ ഡിക്ലറേഷൻ, എർത്ത് സമ്മിറ്റ് 1992, ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഒക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ്. ഓക്കെ, യൂണിറ്റ് 7 7 papers in 4 papers. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചും അതിന്റെ മീനിങ്, ഇമ്പാക്ട്, CBDR ഒക്കെയാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. യൂണിറ്റ് 8 appears in 5 papers ആണ്. അതിൽ ഫുഡ് സെക്യൂരിറ്റി കോൺസെപ്റ്റ് പ്ലസ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഫുഡ് ഇന്റർ റിലേഷൻഷിപ്സ് ആണ് ചോദിച്ചിട്ടുള്ള മെയിൻ ടോപ്പിക്സ്. യൂണിറ്റ് 9 appears in 5 papers. ഓക്കെ, ഗ്രീൻ ടെക്നോളജീസും അതുപോലെ അതിന്റെ സെക്ടറൽ ബേസ്ഡ് റോൾസും ആണുള്ളത്. യൂണിറ്റ് 10 appears in 3 papers, always as a 20-mark essay on education and sustainable development. Okay, യൂണിറ്റ് 12 appears in 3 papers. ഇതിനകത്തുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ട്രൈബൽ റൈറ്റ്സും എൻവയോൺമെന്റൽ ജസ്റ്റിസ് ആണ്, ഇൻഡിജീനിയസ് പീപ്പിൾസ് ആണ്. യൂണിറ്റ് 13 3 പേപ്പറിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സസ്റ്റൈനബിൾ ചോയ്സസും അതുപോലെ ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് യൂസും ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 14 appears in 5 papers. അതിലെ മെയിൻ തീംസ് എന്ന് പറയുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നീഡ്സ്, അതുപോലെ NGOs, യൂണിവേഴ്സിറ്റീസ്, ലേബർ യൂണിയൻസ്, കോർപ്പറേറ്റ്സ് ഒക്കെയാണ്. ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് 70% ഈക്വൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഗ്ലോബൽ കോമൺസും ക്ലൈമറ്റ് ചേഞ്ചും. ഓക്കെ, ഒരു ഫുൾ ലെങ്ത് എസ്സേയും അതുപോലെ ഷോർട്ട് നോട്ട്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഡയഗ്രാംസ്, കോമൺസ്, ഓവർ യൂസ്, ഗവേണൻസ്, ഇതിന്റെയൊക്കെ ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും പേപ്പർ. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 2 3, അതുപോലെ ബ്ലോക്ക് 3 യൂണിറ്റ് 8 and 9 പ്ലസ് ബ്ലോക്ക് 4 യൂണിറ്റ് 14. സോ ഇതിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ക്രിയേറ്റ് 1 page സമ്മറി ഷീറ്റ് ഫോർ ഈച്ച് യൂണിറ്റ്. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എക്സ്പ്ലെയിൻ ഈച്ച് ടോപ്പിക് allowed in 3 minutes as if teaching a friend. ഓക്കെ, നമ്മൾ 3 മിനിറ്റ് ഉറക്കെ നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ആൻഡ് അറ്റംപ്റ്റ് at least 2 timed answers per topic. നെക്സ്റ്റ് മീഡിയം പ്രോബബിലിറ്റി ടോപ്പിക്സ് ആണ്. ഒരു 40 to 69 പോസിബിലിറ്റീസ് ഉള്ളത്. യൂസ് ഫ്ലാഷ് കാർഡ്സ് ഫോർ കീ ഡെഫിനിഷൻസ്. യൂണിറ്റ് 1, 4, 6, 7, 10, 12, 13 ഇതിലൊക്കെയുള്ള ഡെഫിനിഷൻസും പ്രിൻസിപ്പിൾസ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് കാർഡ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കുക. ഫോർ ഈച്ച് യൂണിറ്റ് റൈറ്റ് 1 മോഡൽ, ഒരു 20 മാർക്കിന്റെ ഒരു 1 മോഡൽ എഴുതുക. അതുപോലെ ഷോർട്ട് നോട്ടിന്റെ ഒരു മോഡലും ജസ്റ്റ് എഴുതി പഠിക്കുക. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് മീഡിയം ടോപ്പിക്സ് ഇൻ ടു റിവിഷൻ ഓഫ് ഹൈ പ്രോബിലിറ്റി തീംസ്. ഇതാണ് ഒരു ലൈക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, മീഡിയം ടോപ്പിക്സ് അതുപോലെ ഹൈ പ്രോബിലിറ്റി തീമുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അറ്റാക്ക് CBDR ആൻഡ് കൺവെൻഷൻസ് വെൻ റിവൈസിങ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ഇനി ടയർ 3 ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണ്. ഒരു 40% പ്രോബിലിറ്റി ഉള്ളതാണ്. യൂണിറ്റ് 11 പോളിസി ഇന്നോവേഷൻസ് ഒക്കെയാണ്. ഓക്കെ, സോ ഒരു 1 സ്ട്രോങ് എസ്സേ ഇതിൽ നിന്ന് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആണ്. ഒരു ട്രീറ്റ് ആസ് എ ബോണസ് കോണ്ടന്റ്. ഓക്കെ, ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ ഒരു സ്ട്രോങ് എസ്സേ ഉണ്ടാക്കിയെടുക്കുക. ഡു 1 time attempt ആണ്. അത് പിന്നീട് നമുക്ക് സോ ദാറ്റ് യു ക്യാൻ ആൻസർ കോൺഫിഡന്റ്ലി ഇഫ് ഇറ്റ് അപ്പിയർസ്. ഓക്കെ, ഇനി വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. ഡിസൈൻ സജഷൻസ്. യു ക്യാൻ റെപ്രസെന്റ് ദ ഓവറോൾ പ്രോബബിലിറ്റി ടയർ ആസ് എ ഹൊറിസോണൽ സ്ട്രിപ്പ്. നമ്മളിത് ഹൊറിസോണൽ സ്ട്രിപ്പിൽ ഇതിനെ എൻറ്റയർ പ്രോബബിലിറ്റിനെയും അതുപോലെ പ്രിഫറൻസിനെയും റെലവൻസിനൊക്കെ മാറ്റുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഓക്കെ, സോ ഇതില് ഹൈ ചാൻസസ് 70% ചാൻസ് ഉള്ളത്. ഓക്കെ, ഇവിടെ ഗ്രീൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മീഡിയം ഒരു 50% ചാൻസ് ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു ആംബർ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലോ ചാൻസ് ഉള്ളത് റെഡ് തീമിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ ബ്ലോക്സ് എന്ന് പറയുന്നത് 22 ആണ്. അതിൽ ഹൈ ചാൻസ് എന്ന് പറയുന്ന 43% 9 ബ്ലോക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയം നമ്മൾ ഈ ആംബർ തീമിൽ കാണുന്ന മീഡിയം 11 ബ്ലോക്സിന് ഒരു 50% അപ്രോക്സിമേറ്റ് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ലോ ചാൻസ് ഉള്ളത് 2 ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. 10% ചാൻസസ് ആണ്.
ഇനിയാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ എൻറ്റയർ നമ്മുടെ എക്സാക്ട് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു മിററിംഗ് തന്നെയാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇങ്ങനെ വരാൻ സാധ്യതയാണ്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ ലേൺവൈസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ഇങ്ങനെ വരാൻ സാധ്യതയാണ്. ഓക്കെ, സോ BPAG 174 അതിന്റെ കോഴ്സ് കോഡും കോഴ്സ് ടൈറ്റിലും അവിടെ കൊടുത്തിട്ടുണ്ട്. 3 hours ആണ് ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. മാക്സിമം 100 സ്കോർ ആണ്. ഓക്കെ, സോ നോട്ടിൽ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. 400 വേർഡ്സ് 400 വേർഡ്സ് ആണ്. ഓക്കെ, സോ 2 സെക്ഷൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഈച്ച് സെക്ഷനിൽ നിന്നും നമ്മൾ 2 ക്വസ്റ്റ്യൻസ് എന്തായാലും എഴുതണം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ മാർക്സ് ആണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 4 and 8 have 2 subparts. ഓക്കെ, attempt both subpart to answer that question. അത് രണ്ടും എഴുതൽ നിർബന്ധമാണ്. നമുക്ക് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. സെക്ഷൻ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് സ്കോപ്പ്. ഓക്കെ, കണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്താണെന്നും ഇതിന്റെ സ്കോപ്പും. ആൻഡ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് 4 ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്. ഇന്റർ generational equity, intra-generational equity, precaution and integration, showing how they shape local planning and public finance choices. 20 മാർക്കാണുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആണ്. ഇതിലെ മീനിങ്ങും നേച്ചറും സ്കോപ്പ് ഒക്കെയാണുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, യൂസിംഗ് ദ സോഷ്യൽ എക്കോണമിക് ആൻഡ് എൻവയോൺമെന്റൽ കമ്പോണന്റ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിസൈൻ എ കൺസൈൻസ് ഇൻഡിക്കേറ്റർ സെറ്റ് ഫോർ ഡിസ്ട്രിക്ട് ലെവൽ പ്ലാൻ. ഓക്കെ, മാക്സിമം 10 ഇൻഡിക്കേറ്റേഴ്സ് എങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. Okay, justify choices and data sources. Discuss how to avoid indicator duplication. 20 മാർക്ക് തന്നെയാണ്. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 2 നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. തേർഡ് ക്വസ്റ്റ്യൻ, കമ്പയർ ദ ഇന്റഗ്രേറ്റഡ് സിസ്റ്റംസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്രോച്ചസ് ഫോർ എ peri-urban watershed. Show how each approaches would set priorities and allocate resources. Identify 2 complementaries and 2 conflicts. ഇതിനും 20 മാർക്കാണുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 നിന്നാണ്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആ ഒരു ഭാഗത്തിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്തത്. ഇനി ഷോർട്ട് നോട്ട്സ് ആണ്. ആൻസർ ബോത്ത് 200 വേർഡ്സ് ആണ്. 20 മാർക്കാണ് ടോട്ടൽ ഉള്ളത്. ഓക്കെ, ഫ്രം മീഡിയം ഡെവലപ്മെന്റ് ഗോൾസ് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. ഓക്കെ, MDGs ടു SDGs. ഓക്കെ, ഗ്രീൻ അക്കൗണ്ടിങ് SEEA. ഇത് ബ്ലോക്ക് 1 യൂണിറ്റ് 4 നിന്നാണ്. അതുപോലെ യൂണിറ്റ് 3 നിന്നുള്ളത്. ഇനി സെക്ഷൻ 2 ഫിഫ്ത് ക്വസ്റ്റ്യൻ, climate change is a problem of the global commons. Okay, but responsibilities are differentiated. Explain with the reference to the evolution of CBDRC from UNFCCC to Paris. Okay, ഭയങ്കര റെലവെന്റ് ആയിട്ട് നമ്മളെ ഈ ഒരു കണ്ടംപററി വേൾഡിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, discuss implication for finance, technology and transparency mechanism. 20 മാർക്കിനാണ്. ഇത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 നിന്ന്. അവിടെ ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന ഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ യൂണിറ്റ് 7 CBDRCയും ഇന്റർ റിലേഷൻഷിപ്സും. സിക്സ്ത് ക്വസ്റ്റ്യൻ, യൂസിംഗ് സിസ്റ്റം തിങ്കിങ്, അനലൈസ് ദ ഫീഡ്ബാക്ക് എമംഗ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ വൺ സെക്ടർ. ഓക്കെ, ഏതെങ്കിലും ഒരു സെക്ടർ ചൂസ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ എനർജിയോ അല്ലെങ്കിൽ അഗ്രികൾച്ചറോ. ഐഡന്റിഫൈ 2 reinforcing and 2 balancing feedback loops and propose 1 policy lever to shift the system towards sustainability. സോ ദ ക്വസ്റ്റ്യൻ കണ്ടു, ഇതിന് സപ്പാർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഒരു പോളിസി ഷിഫ്റ്റ് കൂടെ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. ബ്ലോക്ക് 2 യൂണിറ്റ് 7 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്റർ റിലേഷൻഷിപ്സ് എമംഗ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. സെവൻത് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഗ്രീൻ ആൻഡ് കൺവേർജിംഗ് ടെക്നോളജീസ് ആൻഡ് ഇവാലുവേറ്റ് ദയർ റോൾസ് ഇൻ health and sanitation. Second, food security. Discuss co-benefits, trade-offs and requirements for just transitions. Okay, skills finance access 20 marks ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 9 നിന്നാണ് ഈ ഒരു കോർ തീം എടുത്തിട്ടുള്ളത്. ഗ്രീൻ ആൻഡ് കൺവേർജിംഗ് ടെക്നോളജീസ്, അതുപോലെ തന്നെ യൂണിറ്റ് 8 ഫുഡ് സെക്യൂരിറ്റി. നെക്സ്റ്റ് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. 2 ഉണ്ട്, 2 എഴുതണം. 10 മാർക്സ് ഈച്ച് ആണ്. 20 ആണ് ടോട്ടൽ സ്കോർ. ഓക്കെ, എ പാർട്ടിൽ എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് EST ആൻഡ് ബി പാർട്ടിൽ ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ് ആൻഡ് പ്രാക്ടീസ്. ബ്ലോക്ക് 3 യൂണിറ്റ് 10 എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 12 എൻവയോൺമെന്റൽ ജസ്റ്റിസ് ആൻഡ് ട്രൈബൽസ്. ഓക്കെ, സോ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് സെഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ നമ്മൾ ഇതിൽ നമുക്ക് പ്രോബബിലിറ്റി എന്തൊക്കെ ക്വസ്റ്റ്യൻസിന് ചാൻസസ് ഉണ്ട്, റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഏത് ബ്ലോക്കിൽ നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഏതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്, പിന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് എക്സാക്ട്
ഇഗ്നോയുടെ ഒരു ക്വസ്റ്റ്യൻ മിററിംഗ്, നമ്മളൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ലാസ്റ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ലേണർ നമ്മൾ ഈ ഒരു TEE ഡിസംബർ 2025 കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ എയിം എന്ന് പറയുന്നത്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇതിൽ ഒരുപാട് പ്രാക്ടീസ് മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരു ലെങ്തി ആൻസർ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻ നമ്മൾ ഫേസ് ചെയ്യണം, എങ്ങനെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. സോ അതുപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് വേണ്ടി പോവുക. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.